1000-ൽ പരം വർഷത്തെ പഴക്കമുള്ളതും ബലികർമാദികൾക്ക് പ്രസിദ്ധിയാർജിച്ചതും പെരുമ്പാവൂരിനും കാലടിക്കും മധ്യേ പെരിയാറിന് തീരത്ത് സ്ഥിതി ചെയ്യുന്നതും വാമനമൂർത്തിയുടെയും നരസിംഹമൂർത്തിയുടെയും ശ്രീകൃഷ്ണൻ്റെയും സാന്നിധ്യമുള്ള ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ശങ്കരാചാര്യരുടെ കാലത്തോളം പഴക്കമുണ്ട്. എറണാകുളം ജില്ലയിലെ ഒക്കൽ പഞ്ചായത്തിലാണ് ചിരപുരാതനമായ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പെരുമ്പാവൂരിനും കാലടിക്കും മധ്യേ വടക്കുമാറി പെരിയാറിൻ്റെ തീരത്താണ് പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ ഈ ക്ഷേത്രം. പരിപാവനമായ പെരിയാർ നദി ഇവിടെ ഗംഗയ്ക്ക് സമാനമാണെന്ന് ഭക്തർ കരുതുന്നു. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാർ ഇവിടെ എത്തിയ ശേഷം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുകയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഈ പ്രദേശത്തെ തഴുകിയൊഴുകുന്ന പുഴ ചേല ചുറ്റിയ പോലെ കാണപ്പെടുന്നത് കൊണ്ടാവാം ചേലാമറ്റം എന്ന പേര് വന്നതെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. എല്ലാ ദിവസവും ബലിതർപ്പണം നടക്കാറുള്ള ക്ഷേത്രം ദക്ഷിണകാശി എന്നും പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിൽ ബലിക്കൽപുര ഇല്ല എന്ന അപൂർവതയുമുണ്ട്. ക്ഷേത്രത്തിലേക്കുള്ള മാർഗമധ്യേ മാതമ്പിള്ളി വാമന ക്ഷേത്രവും അതേ ദിശയിൽ തന്നെ ചൊവ്വ ഭഗവതിക്കാവും കാണുവാൻ സാധിക്കും. ക്ഷേത്രത്തിലേക്ക് കയറുന്നിടത്ത് മുന്നിൽ 2 ഗോപുരങ്ങൾ, 2 ധ്വജങ്ങൾ, 2 ശ്രീകോവിലുകളുമുണ്ട്. അതിൽ തെക്കുഭാഗത്ത് ശ്രീകൃഷ്ണനും വടക്ക് നരസിംഹവും പ്രധാന മൂർത്തികളായിട്ടാണ്. ഇവിടെ നരസിംഹ പ്രതിഷ്ഠ മാത്രമാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് കൃഷ്ണവിഗ്രഹം പുഴയിൽ നിന്ന് കിട്ടുകയാണ് ഉണ്ടായത്. ഇത് അക്കരക്കൂട്ടം എന്ന പുലയ സമുദായക്കാർക്കാണ് കിട്ടിയത് എന്നാണ് ഐതിഹ്യം. നാലമ്പലത്തിന് പുറത്തായി ശാസ്താവും തെക്കുഭാഗത്തായി നാഗയക്ഷിയുമുണ്ട്. ക്ഷേത്രത്തിൽ ബ്രഹ്മകലശത്തിന് നെയ്യ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. അതുപോലെ ഉദയാസ്തമന പൂജ പാടില്ല എന്നുമുണ്ട്. വച്ചു നമസ്കാരവും തൃക്കൈവെണ്ണയും പാൽപ്പായസവും കാൽകഴുകിച്ചൂട്ടും പ്രധാന വഴിപാടുകളാണ്. പിതൃക്കൾക്കും രക്ഷസുകൾക്കും തിലഹവന നമസ്കാരാദി വഴിപാടുകൾ നടത്താൻ എത്തുന്ന ഭക്തരുമുണ്ട്. ഇന്നാട്ടുകാർ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപായും നമസ്കാരം വഴിപാടിന് നേർച്ച നേരുക പതിവാണ്. ചിങ്ങമാസത്തിലെ ചോതിക്ക് കൊടിയേറിയുള്ള വാമനമൂർത്തിയുടെ ഉത്സവം തിരുവോണ ആറാട്ടോടെ സമാപിക്കും. മണ്ഡലപൂജയ്ക്ക് പുറമെ ധനുമാസത്തിൽ വാമനമൂർത്തിക്ക് ദശാവതാരം ചാർത്തലുമുണ്ട്. എല്ലാ മാസത്തിലെയും കറുത്ത വാവാണ് പ്രധാനം. അതുപോലെ കർക്കടകം, ഇടവം, കുംഭം, തുലാം മാസങ്ങളിലെ വാവുകളും. കുംഭമാസത്തിലാണ് ക്ഷേത്രത്തിലെ മഹോത്സവം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ചോതിക്ക് കൊടികയറ്റം. കൊടിയേറ്റിന് പിറ്റേ ദിവസം ലക്ഷദ്വീപം തെളിയിക്കുന്ന ചടങ്ങുമുണ്ട്. ദീപാരാധനയോ പറയെടുപ്പോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ ഉത്സവ ബലിയുമില്ല. ദേവനെ തിടമ്പിലേക്ക് ആവാഹിക്കാതെ പുറത്തേക്ക് എഴുന്നള്ളിക്കുവാനും പാടില്ല. വലിയ വിളക്ക് ദിവസത്തെ പൂജയ്ക്ക് വയ്ക്കുന്ന നിവേദ്യത്തിൽ ഒരു പങ്ക് അക്കരെ കൂട്ടുകാർക്കും നൽകും. അവർ ഈ നിവേദ്യച്ചോറ് ഉണക്കി സൂക്ഷിക്കുമെന്നും അത് ഉദരരോഗത്തിന് ഉത്തമ ഔഷധമാണെന്നും വിശ്വസിക്കുന്നു. തിരുവോണത്തിനുള്ള ആറാട്ടോടെ ഉത്സവം സമാപിക്കും. വേലിയാംകോൽ മന, തോട്ടാമറ്റം മന, കപ്ലിങ്ങാട്ട് മന എന്നീ 3 കുടുംബക്കാർ ചേർന്ന് ഭരണം നടത്തിയിരുന്ന ക്ഷേത്രത്തിൽ 1984-ൽ 3 കുടുംബക്കാരും നാട്ടുകാരും ചേർന്ന് രൂപം കൊടുത്ത ട്രസ്റ്റ് ഭരണം നടത്തുന്നു. ഇവിടുത്തെ താന്ത്രിക കർമ്മങ്ങൾ തരണല്ലൂർ ഇല്ലക്കാരാണ് അനുഷ്ഠിക്കുന്നത്. എല്ലാ മാസത്തിലും കറുത്തവാവിന് ധാരാളം ഭക്തന്മാർ ദർശനത്തിനെത്തി ബലികർമാദികൾ നടത്തുന്ന സന്നിധിയിൽ കർക്കിടകം, തുലാം, കുംഭം, ഇടവം മാസങ്ങളിലെ അമാവാസി ദിവസം 10,000-കണക്കിന് ആളുകൾ പിതൃതർപ്പണം നടത്തുന്നു. ഇവിടെ കൊണ്ടുവരുന്ന എല്ലാ പിതൃക്കളെയും തിലഹവനവും നമസ്കാരവും നടത്തി ദേവങ്കൽ ലയിപ്പിക്കുന്നു. ശേഷം ദേവനെയും പിതൃവിനെയും തൃപ്തിപ്പെടുത്തുവാനായി ദേവങ്കൽ പ്രത്യേകമായ നമസ്കാരം നടത്തുന്നു. വിഷ്ണു ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ ഭാഗത്തുകൂടി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് നീരൊഴുക്കുള്ള പുഴയുടെ തീരം ബലികർമാദികൾക്ക് ഉത്തമമെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്ര സമീപത്ത് പെരിയാർ ഇപ്രകാരമാണ് ഒഴുകുന്നത്. എത്ര ഗതികിട്ടാത്ത പ്രേതങ്ങളെയും ചേലാമറ്റത്ത് ഇരുത്തിക്കൊള്ളാമെന്ന് സങ്കല്പിച്ച് ആവാഹിച്ചാൽ തൃപ്തികരമായ അനുഭവം കണ്ടുവരുന്നതായി കർമ്മികളും ജ്യോത്സ്യ പണ്ഡിതന്മാരും പറയുന്നു. കേരളത്തിലെ അപൂർവം ബലിതീർത്ഥ സ്ഥാനങ്ങളിലൊന്നായ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ നമസ്കാരവും പാൽപ്പായസവുമാണ്. ബലികർമാദികൾക്ക് എത്തുന്നവർക്ക് താമസിക്കുന്നതിനായി 25 ലക്ഷത്തിൽ പരം രൂപ മുടക്കുമുള്ള കെട്ടിടത്തിൻ്റെ പണിയും നടക്കുന്നുണ്ട്.